നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവരാൽ നമ്മൾ അപഹസിക്കപ്പെട്ട് കാണും. ഒരിക്കലല്ലെങ്കിൽ ഒന്നിലധികം തവണ ചിലപ്പോൾ നമ്മുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടു പോയ നിമിഷങ്ങൾ ഉണ്ടാകും. ചില സമയത്തൊക്കെ നമ്മൾ അതൊക്കെ സഹിച്ച് ഒന്നും സംസാരിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി എന്ന് വരും. ചിലപ്പോൾ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകും. നമ്മൾ മൗനം വിദ്വാനുഭൂഷണം എന്ന രീതിയിൽ മുന്നോട്ട് പോകും. ഇന്ത്യയിലെ ജാതി വിവേചനത്തിനും തൊട്ടുകൂടായ്മയ്ക്കെതിരെ സംസാരിക്കുകയും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാവുകയും ചെയ്ത ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ സുഭാഷിതത്തിൽ പറയുന്നത്. 1929 മഹർ സത്യാഗ്രഹം നടന്ന് 2 വർഷം കഴിഞ്ഞ് വീണ്ടും അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ മഹർ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. സംഘാടകർ യോഗത്തിനായി ഒരു ഹാൾ ബുക്ക് ചെയ്തു. അംബേദ്കറും സംഘവും ആ ഹാളിലേക്ക് കയറി. പെട്ടെന്ന് ആക്രോശമായി ഹാളിൻ്റെ മുതലാളി ചാടി വീണു. നിങ്ങൾ ഈ ഹാളിനകത്ത് പ്രവേശിക്കരുത്, നിങ്ങൾ പ്രവേശിച്ചാൽ ഈ സ്ഥലം അശുദ്ധമാകും എന്നായിരുന്നു മുതലാളി ആക്രോശിച്ചത്. ഇത് കേട്ട് അംബേദ്കർ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. അദ്ദേഹം ഹാളിനകത്ത് കണ്ട ഒരു ബെഞ്ചിൽ പോയിരുന്നു. എന്നിട്ട് മുതലാളിയെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യാൻ പോവാ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് ബെഞ്ചിൽ നല്ല ഉറപ്പിച്ചങ്ങിരുന്നു. ഹാളിൽ ഒത്തുകൂടിയ മുഴുവൻ ആളുകളെയും തല്ലി ഓടിക്കാൻ വേണ്ടി മുതലാളി ഒരു വലിയ വടി എടുത്തുകൊണ്ട് വന്നു. ഹാളിൽ ഇരിക്കുന്നത് ആരാണെന്ന് ഈ മുതലാളിക്ക് അറിയില്ല. BR അംബേദ്കർ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തനായ മനുഷ്യനാണെന്ന് അയാൾ മനസ്സിലാക്കിയില്ല. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആളിനെ മനസ്സിലായി. ഭാര്യ ഓടി വന്ന് അതിൻ്റെ വടി പിടിച്ചു, അതിനെ പിടിച്ചു നിർത്തി. ഇതാണ് എല്ലാവരും പറയുന്ന ബാബാ സാഹിബ് എന്ന് ഭർത്താവിൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. ആളെ മനസ്സിലാക്കിയ മുതലാളി വടിയുമായിട്ട് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് കണ്ടു നിന്ന മഹർ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അംബേദ്കറിൻ്റെ അരികിലേക്ക് വന്നു. മുതലാളി അടിക്കാൻ വന്നപ്പോൾ അങ്ങേക്ക് ഭയം തോന്നിയില്ലേ എന്നാ ചെറുപ്പക്കാരൻ അംബേദ്കറിനോട് ചോദിച്ചു. ഒട്ടും വൈകാതെ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു. ആത്മാഭിമാനം പണയം വയ്ക്കാനുള്ളതല്ല എന്നൊരു ചിന്ത വന്നപ്പോൾ എല്ലാ ഭയവും കടന്നുപോയി എന്ന് പറഞ്ഞു. പേടിയാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപഹസിക്കാനായി മാത്രം നമ്മുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ടാകും. അവരോട് പൊരുതി ജയിക്കാൻ ആത്മാഭിമാനം മാത്രമാണ് നമ്മുടെ ആയുധം. ചിലപ്പോൾ ആത്മാഭിമാനമുള്ള ആളുകൾ ഈ ധീരമായി പൊരുതണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സ്വാതന്ത്ര്യ സമരകാലത്ത് കേട്ട ഒരു കൊട്ടേഷൻ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയാം. ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയൻ്റെ മാന്യമായ കിടപ്പറ ബ്രിട്ടീഷുകാരൻ്റെ ജയിലാണ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആത്മാഭിമാനം അത്ര വലുതാണ് എന്ന് നമ്മൾ അറിയുക. അത് വ്രണപ്പെടുത്താൻ, മുറിപ്പെടുത്താൻ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അനുവദിച്ചുകൂടാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.